PM ശ്രീയിൽ മുൻ LDF സർക്കാരിനെ പഴിചാരാനുള്ള UDFന്റെ എല്ലാ നീക്കങ്ങളും പൊളിയുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കി പണം വാങ്ങിയെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ നമ്മളോട് നേരത്തെ പറഞ്ഞത്. എന്നാൽ പദ്ധതി ആരംഭിച്ചിട്ടേ ഇല്ല എന്ന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ മാധ്യമങ്ങളോട് പറയുകയാണ്. പദ്ധതിയിൽ കേരളം അംഗമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മറുപടി സാങ്കേതികം മാത്രമെന്നും ഷംസുദ്ദീൻ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. അതിൻ്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമുള്ളത് 1100 കോടി രൂപ കൂടി അവിടെ നിന്ന് കിട്ടാനുണ്ട്. പണം ഇപ്പോൾ 106 കോടി രൂപ അനുവദിച്ചത് ഉൾപ്പെടെ 1100 ചില്ലാൻ കോടി രൂപ കിട്ടാനുണ്ട്. PM ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. നോക്കൂ, ആരംഭിച്ചിട്ടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, ആരംഭിച്ച് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഏതായാലും ഇത് രണ്ടും തെറ്റാണെന്ന് ഈ രേഖകളിലൂടെ വ്യക്തമാവുകയാണ്. ഇവിടെ ഈ പദ്ധതി ആരംഭിച്ചിട്ടേ ഇല്ല, പണം വാങ്ങിയിട്ടുമില്ല. നമുക്ക് ലഭിച്ചത് SSK ഫണ്ടിന്റെ തുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി നൗഫൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നൗഫൽ, ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പദ്ധതി ആരംഭിച്ചിട്ടേ ഇല്ല എന്നാണ്. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് പദ്ധതിയിൽ നിന്ന് നമ്മൾ പണം വാങ്ങി എന്ന് പറയുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി കള്ളം പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറയുന്നു പദ്ധതി ആരംഭിച്ചിട്ടേ ഇല്ല എന്ന്. ഏതായാലും LDF സർക്കാരിനെ പഴിചാരാനുള്ള ഇവരുടെ നീക്കങ്ങളൊക്കെ പൊളിയുകയാണോ? മനു, തീർച്ചയായും നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഇന്നലെ UDFന്റെ കൂടി MP ആയിട്ടുള്ള ജെബി മേത്തറിന്റെ രാജ്യസഭയിലുള്ള മറുപടിയിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവന വരുന്നത്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പൂർണ്ണമായും വ്യക്തമായിരുന്നു. LDF സർക്കാർ കഴിഞ്ഞ കാലത്ത് ഇതുമായി മുന്നോട്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്. അത് തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി തീർച്ചയായും അതിൽ നിന്ന് അതായത് നേരത്തെ നമ്മൾ കേട്ടതുപോലെ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നു PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സർക്കാർ പണം പറ്റിയെന്ന്. എന്നാൽ ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നു PM ശ്രീയുമായി കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് പോയിട്ടില്ല, SSKയുടെ ഫണ്ടാണ് അന്ന് വാങ്ങിച്ചത് എന്നാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ കാലത്ത് അവസാന കാലത്ത് SSKയുടെ ഭാഗമായി കിട്ടേണ്ട ന്യായമായ തുകയാണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് അന്നത്തെ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിലേക്ക് പങ്കുചേർന്നു എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ കള്ളപ്രചരണത്തിന് ഇന്നത്തെ ഗവൺമെന്റ് ന്യായീകരണവുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പറയുന്നു അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ തന്നെ അതുമായി മുന്നോട്ട് പോയിട്ടില്ല, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യാതൊരു പണവും വാങ്ങിയിട്ടില്ല. അതായത് ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെയാണ് ഈ സർക്കാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരമായി വെച്ചു പുലർത്തിയിരുന്നതെന്ന് നാം മനസ്സിലാക്കുന്ന കാര്യം കൂടിയാണ്. മനു, ശരി, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളങ്ങൾ പറയുകയാണ് മുഖ്യമന്ത്രി. പറയുന്നു പണം വാങ്ങി നടക്കുന്ന നമ്മളോട് പറയുകയാണ്, പച്ചക്കള്ളമാണത്. കേരളം ആ പദ്ധതിയിൽ അംഗമല്ല, പിന്നെ എങ്ങനെയാണ് നമുക്ക് പണം കിട്ടുക? ഇത് വ്യക്തമാകുന്ന രേഖകളാണ് പാർലമെന്റിൽ വന്നിരിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നു ആ പദ്ധതിയിൽ നമ്മൾ അംഗമായിട്ടില്ല എന്ന്. പക്ഷേ ഇവരുടെയൊക്കെ ആഗ്രഹം ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണമെന്നതാണ്. അതിനിവർ പഴിചാരുകയാണ്. മുൻ സർക്കാർ നേരത്തെ MOU ഒപ്പിട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു ആ സർക്കാർ ചെയ്തത്. അത് നടപ്പാക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ പിന്നീട് UDF അധികാരത്തിൽ വരുമ്പോൾ അവർ അത് നടപ്പാക്കാനുള്ള സകല വഴികളും പയറ്റുകയാണ്. അതിന് മുൻ സർക്കാരിന്റെ തലയിൽ കുറ്റം ചാർത്താനുള്ള ശ്രമവുമാണ് നടത്തുന്നത്. പക്ഷേ അതൊക്കെ പൊളിയുന്നതാണ് ഇതിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.